നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണം എന്നായിരുന്നല്ലോ നിയമജ്ഞൻ്റെ ചോദ്യം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25-ാം വാക്യത്തിലാണ് ഈശോയുടെ മറു ചോദ്യം നമ്മൾ കേട്ടതാണ്. അതിന് നിയമജ്ഞൻ്റെ ഉത്തരവും നമ്മൾ കണ്ടതാണ്. ആ ഭാഗം അവസാനിക്കുന്നത് നീയും പോയി അതുപോലെ ചെയ്യുക എന്ന ഉത്തരത്തോടെയാണ്. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? നീയും പോയി അതുപോലെ ചെയ്യുക. ഈ നോമ്പുകാലത്തിൽ നമുക്ക് വളരെയേറെ ശ്രദ്ധാപൂർവം ധ്യാനിക്കേണ്ട ഒരു ഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. നീയും പോയി അതുപോലെ ചെയ്യുക. ഏതുപോലെ? അവിടെ നല്ല സമരിയാക്കാരൻ്റെ ഉപമയാണ്. കാരണം നിയമജ്ഞൻ ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? പഴയ നിയമം പറയുന്ന ആ അയൽക്കാരൻ ആരാണ്? അവിടെയാണ് ഈശോ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട് മുറിവേറ്റ് വഴിയരികിൽ കിടന്ന ആ മനുഷ്യനെക്കുറിച്ച് പറയുന്നത്. പഴയ നിയമമൊക്കെ അരിച്ച് കലക്കി കുടിച്ചിരുന്നു എന്ന് വിചാരിക്കുന്ന പുരോഹിതര് അതിലെ പോയത്രേ. ഒരു പുരോഹിതൻ ആ വഴി കടന്നുപോയി. തൊട്ടു പിന്നാലെ ഒരു ലേവായനും കടന്നുപോയി. രണ്ടുപേരും ദേവാലയവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. നിയമമൊക്കെ നന്നായിട്ട് പഠിച്ചവരാണ്. പക്ഷേ മുറിവേറ്റവനെ കണ്ടിട്ട് കടന്നു പോകാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു സമരിയാക്കാരൻ അവൻ്റെ നേരെ ചെന്നത്രേ. മനുഷ്യർ രണ്ടു ഗണമേ ഉള്ളൂ, കടന്നു പോകുന്നവരും കടന്നു ചെല്ലുന്നവരും. കർത്താവായ ഈശോയെ മുറിവേറ്റവൻ്റെ പക്കലേക്ക് കടന്നു ചെല്ലുന്ന നല്ല അയൽക്കാരായി മാറാൻ ഈ നോമ്പ് ദിനങ്ങളിൽ ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. കടന്നു പോകാനുള്ള ഞങ്ങളുടെ എല്ലാ പ്രവണതകളെയും അങ്ങ് തന്നെ ഇല്ലാതാക്കണമേ. ആമേൻ.